Okay, so let us see an example. There is a database games. Okay, a games എന്ന ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിൻ്റെ പേരാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റിൽ കുറേ പേരുകളുണ്ട്, ഏജ് ഉണ്ട്. നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഏജ് 30ക്ക് താഴെയുള്ള പ്ലെയേഴ്സിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് എങ്ങനെ ശ്രദ്ധിക്കുക. PHP, then first we have to connect that. Okay, നമ്മൾ PHP പ്രോഗ്രാം ആ ഡാറ്റാബേസുമായി കണക്ട് ചെയ്യണം. PostgreSQL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് $con is equal to pg_connect ബ്രാക്കറ്റിൽ host is equal to localhost. ബാക്കി ഇങ്ങോട്ട് എഴുതാണ് db database name, db name is equal to games, username is equal to Postgres, password is equal to Postgres. Localhost, then note എഴുതാണ് host localhost, then db database name is equal to games, username is equal to Postgres, password is equal to Postgres, semicolon. Okay, so here is function എന്ത് ചെയ്യും, നമ്മുടെ PHP പ്രോഗ്രാമും ആ ഡാറ്റാബേസുമായിട്ട് ഗെയിംസും ഡാറ്റാബേസും കണക്ഷൻ നടത്തും. കണക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ ട്രൂ റിട്ടേൺ ചെയ്യും. കറക്റ്റായിട്ട് കണക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺ ട്രൂ, അതർവൈസ് ഇറ്റ് റിട്ടേൺ ഫാൾസ്. അപ്പോൾ നമ്മൾ ഇഫ് നോട്ട് $con, ഇത് സാധാരണ ഒരു വേരിയബിൾ ആണ്. ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ മാത്രം. ആണെങ്കിൽ എക്കോ error exit. അഥവാ ഇത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് നോട്ട് ഫോൾസ്, അതായത് ട്രൂ. അപ്പോൾ ഫോൾസ് ആണെങ്കിൽ എറർ ഒന്ന് കണക്ഷൻ എറർ. നമുക്ക് കണക്ഷൻ എറർ നമുക്ക് മനസ്സിലാവും എന്ത് എററാണ്. കണക്ഷൻ എറർ സെമികോളൻ. എക്സിറ്റ് എടുക്കും. അഥവാ കണക്ഷൻ നടന്നില്ലെങ്കിൽ അത് കണക്ഷൻ എറർ ഒന്ന് കാണിച്ചിട്ട് എക്സിറ്റ് എടുക്കും. അഥവാ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ $result set is equal to pg_query, then the connection ഇതിന് നമ്മൾ കണക്ഷൻ ലിങ്ക് ഐഡന്റിഫൈ എന്ന് പറയും. $con, select name from cricket where age less than 30. So here function returns pg_query എന്നുള്ള ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ട് സെലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ വാല്യൂ റിസൾട്ട് സെറ്റിലേക്ക് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യാം. അഥവാ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉണ്ടാവും. $result ഇങ്ങനെ ഉണ്ടാവും. result സെറ്റ് അതിൽ നെയിം എന്നുള്ള കോളം ഉണ്ടാവും. ഈ വാല്യൂ റിട്ടേൺ ചെയ്ത് റിസൾട്ട് സെറ്റിലുള്ള വാല്യൂ ആണ് കാണിക്കുന്നത്. റിസൾട്ട് സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക, 30 താഴെയുള്ളത് ABC, then XYZ, ഈ രണ്ട് വാല്യൂ ആണ് എന്തുണ്ടാവുക റിസൾട്ട് സെറ്റിൽ ഉണ്ടാവുക. ഇതിൽ നിന്ന് ഇനി ഓരോ റോ ബൈ, ഇതിപ്പോൾ 2 റോ ആണ്, ഇതിൽ ഓരോ റോ ബൈ റോ ഫെച്ച് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യണം pg_fetch_row. സോ അപ്പം നമ്മൾ ലൂപ്പിലിട്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന വേരിയബിൾ. അപ്പോൾ ഇത് ഓരോ നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ ആണ്. $arr is equal to pg_fetch_row.
result set. Okay, so ഈ റിസൾട്ട് സെറ്റ് എന്നുള്ള ഇതിൽ നിന്നും ഇതിന് നമ്മൾ റിസോഴ്സ് ടൈപ്പ് എന്ന് പറയും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇങ്ങനെ കിട്ടുന്ന വാല്യൂസ് ആണ് ദിസ് ഈസ് ദ റിസോഴ്സ് ടൈപ്പ്. നമുക്കറിയാം, നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ പ്രത്യേക ഒരു സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ആണ് റിസോഴ്സ് ടൈപ്പ്. ഇത് റിസോഴ്സ് ടൈപ്പ് ഇതാണ്. ഓക്കെ, നമ്മൾ ടേബിളിൽ നിന്നും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്ന, ഓക്കെ, അപ്പോൾ ഒന്നിനും കൂടെ റോസ് ഉണ്ടാവും. ദിസ് ടൈപ്പ് ഓഫ് വാല്യൂ ഈസ് കോൾഡ് റിസോഴ്സ് ടൈപ്പ് വാല്യൂ. റിസോഴ്സ് ടൈപ്പ് മാർക്ക് റിസോഴ്സ് ടൈപ്പ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ റിസൾട്ട് സെറ്റിൽ നിന്നും ഒന്നാമതൊക്കെ ഇതെന്താ ചെയ്യുക, pg_fetch_row റിസൾട്ട് സെറ്റിന് ഒന്നാമത്തെ റോ ഫെച്ച് ചെയ്തിട്ട് എവിടെയൊക്കെ $ARR അത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. എക്കോ $ARR of 0. ഓക്കെ, ഇതിന് ഒന്നാമത്തെ $ARR എന്നുള്ള ഒരു അറയാണ്, അതിലേക്ക് അത് 0. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ നെയിമും ഏജും, ഓക്കെ, നെയിമും ഏജും നമ്മൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പം നമ്മൾ നെയിം മാത്രം റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. നമ്മൾ സ്റ്റാർ ആണ് സെലക്ട് സ്റ്റാർ ഫ്രം ക്രിക്കറ്റ് വേർ ഏജ് ലെസ് ദാൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് റിസൾട്ട് സെറ്റിൽ എന്താ ഉണ്ടാവുക, നെയിം ഉണ്ടാവും, കൂടെ ഏജും കൂടി ഉണ്ടാവും. ഏജ് ABC 27 XYZ 25. ഓക്കെ, അപ്പം അതിൽ നിന്ന് ഒന്നാമത്തെ റോ ഫെച്ച് ചെയ്ത് ARR വരുമ്പോൾ എങ്ങനെ ARR ഉണ്ടാവുക, $ARR എന്നുള്ള ഒരു റോ, ഇതിൽ നെയിം 01, ഇതിൽ ABC 27 ഒന്നാമത്തെ റോ ഫെച്ച് ചെയ്തു, അത് ARR അവിടെ നിന്ന് അത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യണം. എക്കോ $ARR of 0, then എക്കോ $ARR of 1. അപ്പോൾ എന്താ $ARR of 0 എന്നാൽ ABC പ്രിന്റ് ചെയ്യും, $ARR of 1 എന്നാൽ 27 പ്രിന്റ് ചെയ്യും. വീണ്ടും ഇത് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത റോ ഫെച്ച് ചെയ്ത്, ഓക്കെ, റിസൾട്ട് സെറ്റ് എന്നുള്ള ഈ ഒരു റിസോഴ്സ് ടൈപ്പിൽ നിന്നും അടുത്ത റോ ഫെച്ച് ചെയ്ത് എവിടെ കൊടുക്കും, $ARR. അപ്പോൾ പഴയ വാല്യൂ പോയിട്ട് പുതിയ വാല്യൂ വരും. അതേതാണ് അടുത്ത റോ XYZ 25. ഓക്കെ, അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്കിങ്ങനെ കാണാം ABC 27. സോ ഇത് അടുത്ത ലൈനിലേക്ക് വരാൻ എക്കോ $ER. അപ്പം എന്തെങ്കിലും XYZ 25. ഓക്കെ, സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അത് ഈ pg_fetch_row എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തത്. അഥവാ pg_fetch_ അറിയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ അറിയാണെങ്കിൽ എന്ത് വരും, അറിയാണെങ്കിൽ ഇതിപ്പം ഈ pg_fetch_row എന്ന് പറഞ്ഞപ്പം ഈ ഇതിലേക്ക് റിട്ടേൺ ഈ ഒരു ARR ഒരു ന്യൂമറിക് അറേയായിട്ടാണ് ഉണ്ടാക്കുക. അഥവാ ഈ റോക്ക് പാലും അറിയാണെങ്കിൽ, ഓക്കെ, അറിയാണെങ്കിൽ ഈ $ARR ഓഫ് അസോസിയേറ്റീവ് അറേയാണ് ഉണ്ടാവുക. അസോസിയേറ്റീവ് അറേ അതിൻ്റെ നെയിമായിട്ട് നമുക്കറിയാം. അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിമാണ്. ഇവിടെ നെയിമായിട്ട് യൂസ് ചെയ്യുക നമ്മൾ ഈ ഒരു കോളം നെയിമാണ്, നെയിം ദെൻ ഏജ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് വേണം, എക്കോ $ARR ഓഫ് നെയിം, അടുത്തത് ഏജ്, റിസൾട്ട് ഇതേപോലെ തന്നെയാണ് വരിക. ഓക്കെ, അതാണ്. അപ്പം pg_fetch_row എങ്ങനെ കണ്ടു, അവിടെ നമ്മൾ റോ ഓരോന്നും 0 ഇൻഡെക്സ്, അവിടെ ഒരു ന്യൂമറിക് അറേ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ഇൻഡെക്സ് ആയിട്ട് 0യും 1ഉം ഒക്കെ ഉണ്ടാവുക. pg_fetch_ അറിയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് എന്താണ്, ഈ ARR ഒരു അസോസിയേറ്റീവ് അറേ ആയിട്ടാണ്. അവിടെ നെയിമിന്റെ ഇൻഡെക്സ് ആണ് ഉണ്ടാവുക. ആ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിന്റെ പേരാണ് നെയിമായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ pg_fetch_ അറേക്ക് പകരം ഓൾ എന്നാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഒരു അറേ ഫുള്ളായിട്ട്, ഓക്കെ, ഈ റിസൾട്ട് സെറ്റ് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഓക്കെ, ARRലേക്ക് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പ്രിന്റ് ചെയ്യാറ് എങ്ങനെയാണ്, അവിടെ പ്രിന്റ് ചെയ്യാറ് print_, അങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്, print_r, അതിനുള്ളിൽ $ARR ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് സെറ്റ് ഫുള്ളായിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് print_r. ഇനി pg_fetch_ ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതൊക്കെ ഇങ്ങനെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യേണ്ടത് ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. $ARR ഓഫ് നെയിം, $ARR ഓഫ് ഏജ്, ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി
അതുപോലെ തന്നെ സോറി നേരത്തെ പറഞ്ഞു അറേന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല എ അസോസിയേറ്റ് ASSOC ഇങ്ങനെ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഒരു അസോസിയേറ്റീവ് അറേ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that can be used in both ways. ഓക്കെ, അവിടെ അസോസിയേറ്റീവ് അറേ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ന്യൂമറിക് അറേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂമറിക് അറേ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് $AR0 അതേപോലെ $AR1 അങ്ങനെയും പറയാം, അല്ലെങ്കിൽ അസോസിയേറ്റീവ് അറേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് $ARR ബ്രാക്കറ്റിൽ നെയിം അതുപോലെ $ARR ബ്രാക്കറ്റിൽ ഏജ് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതിനൊരു PG_close, അതിനുള്ളിൽ ആ കണക്ഷൻ ലിങ്ക് ഐഡന്റിഫയർ $on. ഓക്കെ, ദെൻ PHP ക്ലോസ് ചെയ്തു. സോ ഇതാണ് എന്ത് ഒരു സിമ്പിൾ ഓപ്പറേഷൻ ഓഫ് കണക്റ്റിംഗ് എ PHP to PostgreSQL. ഓക്കെ, അപ്പോൾ അതിലൂടെ ശരിക്കും നോക്കുക. If you have any doubt, you just ask in the next class. Okay, thank you.